നമ്മൾ പ്ലാസ്മ മെംബ്രെയിനുള്ള ലിപ്പിഡുകളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞു. ഏകദേശം 60% പ്രോട്ടീനാന്ന് പറഞ്ഞു. There are two types of proteins are present in membrane, integral proteins and peripheral proteins. സാധാരണ ഒരു പ്ലാസ്മ മെംബ്രെയിനിൽ രണ്ട് ടൈപ്പ് പ്രോട്ടീനാണുള്ളത്, ഇൻറ്റഗ്രൽ പ്രോട്ടീനും പെരിഫറൽ പ്രോട്ടീനും. ഇൻറ്റഗ്രൽ പ്രോട്ടീൻസ് എക്സ്റ്റെൻഡ് ത്രൂ the lipid bilayer are firmly embedded in it. ഇൻറ്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ലിപ്പിഡ് ബൈലെയറുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ കാണപ്പെടുന്ന പ്രോട്ടീനുകളാണ്. ഇനി മോസ്റ്റ് ഇൻറ്റഗ്രൽ പ്രോട്ടീൻസ് ആർ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ. അപ്പോൾ ഇൻറ്റഗ്രൽ പ്രോട്ടീനുകളെ വിളിക്കുന്നത് ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീനുകൾ എന്നാണ്. എന്നാൽ പെരിഫറൽ പ്രോട്ടീൻസ് ആർ നോട്ട് എംബഡഡ് ഇൻ ദ മെംബ്രെയിൻ. അവർ മെംബ്രെയിനുമായിട്ട് എംബഡഡ് ആയിട്ടില്ല. They associate more loosely with the polar head of membrane lipid at the inner or outer surface of the membrane. Many membrane proteins are glycoproteins. അപ്പോൾ നമുക്ക് ഇനി ആ പിക്ചർ വെച്ച് നോക്കാം. ഇവിടെ കാണുന്ന കുറേ പ്രോട്ടീനുകളെ നമുക്ക് കാണാൻ പറ്റും. ഗ്ലൈക്കോപ്രോട്ടീൻ, ഇത് പെരിഫറൽ പ്രോട്ടീനാണ്. ഈ ഗ്ലൈക്കോപ്രോട്ടീൻ്റെ പ്രത്യേകത എന്താണ്? അത് ഇൻറ്റഗ്രൽ പ്രോട്ടീനാണ്. അത് ഈ ലിപ്പിഡ് ലെയറുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് അകത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത് കാണാം. അതാണ് ഇൻറ്റഗ്രൽ പ്രോട്ടീൻ. ഇനി പെരിഫറൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അവർ ലിപ്പിഡ് ബൈലെയറുമായിട്ട് ഇങ്ങനെ അകത്തോട്ട് ആഴ്ന്നിറങ്ങിയിട്ടില്ല, ജസ്റ്റ് സർഫസിൽ പെരിഫറിയിൽ കാണുന്ന പ്രോട്ടീനുകളാണ്. ഇതാണ് പെരിഫറൽ ആയിട്ടുള്ള പ്രോട്ടീനുകൾ. അപ്പോൾ ഇൻറ്റഗ്രൽ പ്രോട്ടീൻ നമ്മുടെ ലിപ്പിഡ് ബൈലെയറുമായിട്ട് ഫോംലി എംബഡഡ് ആണ്. എന്നാൽ പെരിഫറൽ പ്രോട്ടീൻസ് നോട്ട് എംബഡഡ് ഇൻ ദ മെംബ്രെയിനുമായിട്ട് എംബഡഡ് അല്ല. ഇനി ഇത് കൂടാതെ ഈ മെംബ്രെയിൻ പ്രോട്ടീൻസിന് ചില പ്രധാനപ്പെട്ട ഫംഗ്ഷനുകളുണ്ട്. ഇവർ അയൺ ചാനൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ടേഴ്സ്. നമ്മൾ പറഞ്ഞു പ്ലാസ്മ മെംബ്രെയിൻ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണെന്ന്. എല്ലാ വസ്തുക്കളെയും കടത്തി വിടുന്നില്ല സറൗണ്ടിങ്സിൽ നിന്ന് സെല്ലിനകത്തേക്ക്. അപ്പോൾ ചില സെലക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ മാത്രം, മോളിക്യൂൾസിനെ അല്ലെങ്കിൽ സബ്സ്റ്റൻസുകളെ മാത്രമേ കടത്തി വിടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് കടത്തിവിടാൻ സഹായിക്കുന്നത് ഇവിടെയുള്ള ചില പ്രോട്ടീനുകളാണ്. അവർ കാരിയേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇറ്റ് ആക്ട് ആസ് റിസപ്റ്റേഴ്സ്, സെല്ലിനകത്തേക്ക് ചില സിഗ്നലുകളെ കടത്തിവിടുന്നതും ഇവരാണ്. കൂടാതെ തന്നെ ഇവർ ആക്ട് ആസ് എൻ എൻസൈം, ചില സബ്സ്റ്റൻസ് വന്ന് ആക്ട് ചെയ്യുമ്പോൾ അവർ എൻസൈമായിട്ട് തന്നെ ആക്ട് ചെയ്യുന്നു. ആൻഡ് സെൽ ഐഡൻറ്റിഫൈ മാർക്കേഴ്സ്, ചില സെല്ല് ഒരു സിഗ്നൽ വരുന്നതിൻ്റെ ഫലമായിട്ട് ഏതെങ്കിലും വസ്തുവിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന മാർക്കറായിട്ടും ഇവർ ആക്ട് ചെയ്യുന്നു, ഈ ഗ്ലൈക്കോപ്രോട്ടീനും ഗ്ലൈക്കോലിപ്പിഡ്സും ഒക്കെ. അപ്പോൾ മെംബ്രെയിൻ പ്രോട്ടീൻസിന് നിരവധി ഫങ്ഷൻസ് ഉണ്ട്. പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു മെംബ്രെയിനിൽ ലിപ്പിഡും പ്രോട്ടീനും അല്ലാതെ കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്ന്. ഏതൊക്കെ കാർബോഹൈഡ്രേറ്റ് ആണ് സാധാരണ ഉള്ളതെന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ് ആർ കോവാലൻ്റ്ലി ബൗണ്ട് ടു ലിപ്പിഡ് ടു ഫോം ഗ്ലൈക്കോലിപ്പിഡ്സ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് കോവാലൻ്റ് ബോണ്ട് വെച്ചിട്ട് നമ്മുടെ ലിപ്പിഡുമായിട്ട് ചേർന്ന് ഗ്ലൈക്കോലിപ്പിഡ്സ് ആയിട്ട് കാണപ്പെടും. ആൻഡ് ദ പ്രോട്ടീൻ ടു ഫോം ഗ്ലൈക്കോപ്രോട്ടീൻ, ഇവർ പ്രോട്ടീനുമായിട്ട് ചേരുകയാണെങ്കിൽ അത് ഗ്ലൈക്കോപ്രോട്ടീനും, ലിപ്പിഡുമായിട്ട് ചേരുകയാണെങ്കിൽ ഗ്ലൈക്കോലിപ്പിഡ്സ്. സാധാരണയായിട്ട് കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റുകളാണ് ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, മാനോസ്, എൻ അസറ്റൈൽ ഗ്ലൂക്കോസാമൈൻ ആൻഡ് എൻ അസറ്റൈൽ ഗാലക്ടോസാമൈൻ എന്ന് പറഞ്ഞ ഇത്തരത്തിലുള്ള മെംബ്രെയിൻ കാർബോഹൈഡ്രേറ്റുകളാണ് സാധാരണ കാണപ്പെടുന്നത്. ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളത് എങ്ങനെയാണ് ഒരു സെല്ലിനകത്തേക്ക് ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഒരു മോളിക്യൂൾസിൻ്റെ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കുറച്ച് മോഡൽസുകളെ കുറിച്ച് പറയാനുണ്ട്. പല ടൈപ്പിലുള്ള മോഡൽസുകൾ സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചറുകളെ കുറിച്ച്. അതിലേത് മോഡലാണ് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്, അത് ആരാണ് പ്രപ്പോസ് ചെയ്തത് എന്നൊക്കെ നോക്കാം. പ്ലാസ്മ മെംബ്രെയിൻ്റെ മോഡൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്ന മോഡൽ ലിപ്പിഡ് ബൈലെയർ മോഡലാണ്. ഈ ലിപ്പിഡ് ബൈലെയർ മോഡൽ കണ്ടെത്തിയത് ഡച്ച് സയൻറ്റിസ്റ്റായ ഗോട്ട്റും ഗ്രൻഡലുമാണ്. അപ്പോൾ ഇവർ പ്രപ്പോസ് ചെയ്തത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയേഴ്സ് ലിപ്പിഡ് ലെയേഴ്സ് ഇൻ ഓപ്പോസിറ്റ് ഓറിയൻറ്റേഷൻ വുഡ് പ്രൊഡ്യൂസ് ആൻ എക്സലൻറ്റ് മെംബ്രെയിൻ മോഡൽ. അപ്പോൾ ഇതാണ് എക്സലൻറ്റ് മെംബ്രെയിൻ മോഡലായിട്ട് ഇവർ പറഞ്ഞത്. അപ്പോൾ ഒരു ആദ്യമായിട്ട് ഇതിനൊരു ലെയർ അല്ലെങ്കിൽ ലിപ്പിഡ് ബൈലെയർ ഉണ്ട് എന്ന് ഒരു കാര്യം പറഞ്ഞത് 1895 ഏണസ്റ്റ് ഒവേർട്ടൺ ആണ്. അദ്ദേഹമാണ് ഫാറ്റ് സോളുബിൾ സബ്സ്റ്റൻസ് കുഡ് ഈസിലി പാസ് ത്രൂ ദ സെൽ മെംബ്രെയിൻ എന്നൊക്കെ നിരവധി പരീക്ഷണം നടത്തി. ആ പരീക്ഷണത്തിലൂടെ അദ്ദേഹം കണ്ടെത്തിയത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷനിൽ അദ്ദേഹം പറഞ്ഞത് സെൽ മെംബ്രെയിൻ കണ്ടെയ്ൻ ലിപ്പിഡ്സ്, സെൽ മെംബ്രെയിൻസിൽ ലിപ്പിഡ്സ് ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഫോസ്ഫോലിപ്പിഡ്സ് ആണ് ഇതിൽ ഏറ്റവും സാധാരണയായിട്ട് കാണപ്പെടുന്ന മോളിക്യൂൾസ് എന്നൊക്കെ അദ്ദേഹം, അതിന് പോളാർ എൻഡും നോൺ പോളാർ എൻഡും ഉണ്ടെന്നൊക്കെ അദ്ദേഹം കണ്ടെത്തി. അതിനുശേഷമാണ് ഈ ഗോർട്ടറും ഗ്രൻഡലും 1925
ഇത് ഈ പറഞ്ഞ ലിപ്പിഡുകളും ലിപ്പിഡ്സ് ഒരു ഓർഡർലി അറേ ആയിട്ടാണ് കാണപ്പെടുന്നതെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് അവരാണ് ഒരു എക്സലന്റ് മെംബ്രെയിൻ മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഇപ്പോഴും അവർ പറഞ്ഞ ഈ മോഡൽ അത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ലിപ്പിഡ് ബൈലെയർ ആ മോഡൽ സ്ട്രക്ചറിനെ കുറിച്ച് അവരാണ് കറക്റ്റ് ഡെഫിനിഷൻ പറഞ്ഞത്. അപ്പോൾ ലിപ്പിഡ് ബൈലെയർ മോഡൽ ഓഫ് സെൽ മെംബ്രെയിനിൽ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോൺ പോളാർ പോളാർ ഹെഡുകളുണ്ട്, പോളാർ ടെയിൽ, നോൺ പോളാർ ടെയിൽ, ഹൈഡ്രോഫോബിക് ടെയിലും പോളാർ ഹൈഡ്രോഫിലിക് ഹെഡും ഉണ്ടെന്ന് അവരാണ് പ്രപ്പോസ് ചെയ്തത്. നമ്മൾ പറയുന്നതിൽ അടുത്ത മോഡൽ സാൻഡ്വിച്ച് മോഡൽ അല്ലെങ്കിൽ ഡാനിലി ഡാവ്സൺ മോഡലാണ്. 1934 ജെയിംസ് ഡാനിലിയും ഡെവ്സൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റുകൾ പ്രപ്പോസ് ചെയ്തതാണ് ലിപ്പോപ്രോട്ടീൻ മോഡൽ ഓഫ് സെൽ മെംബ്രെയിൻ, in which it was suggested that a phospholipid bilayer is sandwiched between two layers of protein. പ്രോട്ടീൻ്റെ 2 ലെയറിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് ചെയ്താണ് നമ്മുടെ മെംബ്രെയിൻ അറേഞ്ച്മെൻ്റ് എന്ന് അവർ പ്രപ്പോസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിനെ സാൻഡ്വിച്ച് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സാൻഡ്വിച്ച് മോഡൽ നോക്കുമ്പോൾ അവിടെ ഒരു ഗ്ലോബുലാർ പ്രോട്ടീൻ നമുക്ക് കാണാം. അതൊരു ലിപ്പിഡ് അസോസിയേറ്റഡ് പ്രോട്ടീനാണ്. ഇങ്ങനെ ഗ്ലോബുലാർ പ്രോട്ടീനുമായിട്ട് ചേർന്ന ഒരു ലിപ്പിഡ് അസോസിയേറ്റഡ് പ്രോട്ടീൻ മുകളിലും താഴെയും വന്നിട്ട് അതിൻ്റെ നടുക്കായിട്ടാണ് നമ്മളീ പറഞ്ഞ ലിപ്പിഡ് ഫാറ്റി ആസിഡ് ഫോസ്ഫോലിപ്പിഡ് ഫാറ്റി ആസിഡ് ടെയിലുള്ള ആ ഒരു റീജിയൻ സാൻഡ്വിച്ച് മോഡൽ വരുന്നത്, അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ലിപ്പിഡ് ബൈലെയർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു മോഡലാണ് യൂണിറ്റ് മെംബ്രെയിൻ കൺസെപ്റ്റ്. ഇപ്പോൾ യൂണിറ്റ് മെംബ്രെയിൻ കൺസെപ്റ്റിൽ പറയുന്നത് യൂണിറ്റ് മെംബ്രെയിൻ കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത് 1930 അതിൽ അവർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഇൻവെൻറ്റ് ചെയ്തതിന് ശേഷം ആണ് ഇവർ ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയും യൂണിറ്റ് മെംബ്രെയിൻ കൺസെപ്റ്റ് റോബർട്ട്സൺ ആണ് പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ഹീസ് സജസ്റ്റഡ് ദാറ്റ് അണ്ടർ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുമ്പോൾ മെംബ്രെയിൻസ് ഹാവ് എ ക്യാരക്ടറിസ്റ്റിക്സ് ട്രൈലാമിനാർ അപ്പിയറൻസ് വിത്ത് 2 darker outer lines and a lighter inner layer. അപ്പോൾ അദ്ദേഹം പ്രപ്പോസ് ചെയ്തത് ഇതിനെ കാണാൻ ട്രൈലാമിനർ 3 ലെയർ ആയിട്ടാണ്, 2 ഡാർക്കർ ഔട്ടർ ലൈൻസും ഒരു ലൈറ്റർ ഇന്നർ ലെയറും, അങ്ങനെ 3 ലെയർ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ കൺസെപ്റ്റിനെ അദ്ദേഹം കണ്ടെത്തിയ ഇതിനെ ഒരു യൂണിറ്റ് മെംബ്രെയിൻ കൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. ഇത് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ടു ഓൾ ബയോളജിക്കൽ മെംബ്രെയിൻസ് ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഫംഗ്ഷൻ ആൻഡ് അൾട്രാ സ്ട്രക്ചറൽ ഡിഫറൻസ്. ഇനി അടുത്തതാണ് ഇതിൻ്റെ അൾട്രാ സ്ട്രക്ചറിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അൾട്രാ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത് നമുക്ക് നോക്കാം ആരാണെന്ന്. അപ്പോൾ അൾട്രാ സ്ട്രക്ചറിൽ കൂടുതലായിട്ട് പറയുന്നത് the first hints of the chemical nature of biological membrane provided by Ernest Overton 1890. അപ്പം നമുക്കറിയാം ആദ്യമായിട്ട് അവരാണ് 1895 കാലഘട്ടത്തിൽ, അങ്ങനെ അവരുടെ കണ്ടുപിടുത്തത്തിൽ അവർ 1890 ആ ഒരു കാലഘട്ടത്തിൽ അവർ കറക്റ്റായിട്ട് ഇതൊരു ലിപ്പിഡ് ബൈലെയർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തത് അവരാണ്. പക്ഷെ പ്രത്യേകിച്ച് അവർ മോഡലൊന്നും പേരൊന്നും കൊടുത്തില്ല, ലിപ്പിഡ് ബൈലെയർ ആണെന്ന് അവർ കണ്ടെത്തി. പിന്നീട് 1920 1930 ഒക്കെ നിരവധി പഠനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ പലരും കൊണ്ടുവരികയും ചെയ്തു. 1935 ഡാനിലിയും ഡാവ്സണുമാണ് പ്ലാസ്മ മെംബ്രെയിൻ ഒരു 3 ലെയർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് അവർ പ്രപ്പോസ് ചെയ്തു. എ ബൈലെയർ ഓഫ് ലിപ്പിഡ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 layers ഓഫ് പ്രോട്ടീൻ. അപ്പോൾ അവർ പറഞ്ഞ ശരിയാണ്, ഒരു ബൈലെയർ ഓഫ് ലിപ്പിഡ് നമ്മൾ കണ്ടു, ലിപ്പിഡിൻ്റെ ബൈലെയറിനകത്ത് അതുപോലെ ഒരു പ്രോട്ടീൻ്റെ ലെയറും കൊണ്ട് സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ മോഡലിനെ നമ്മൾ സാൻഡ്വിച്ച് മോഡൽ എന്ന് പറഞ്ഞത്. പിന്നീട് വന്ന ഒരു മോഡലാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിൽ പറയുന്നത് the concept of cell membrane as dynamic structure was proposed in the late 1960s and early 1970s. J. Singer and J.L. Nicholson of the University of California. അപ്പോൾ സിംഗറും നിക്കോൾസണുമാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഹാസ് സെർവ്സ് ആസ് എ സെൻട്രൽ ഡോഗ്മ ഓഫ് മെംബ്രെയിൻ ബയോളജി. ഇപ്പോൾ നിരവധി പ്ലാസ്മ മെംബ്രെയിനെ കുറിച്ച് മോഡൽസൊക്കെ ഡാനിലി ഡാവ്സൺ മോഡൽ അല്ലെങ്കിൽ സാൻഡ്വിച്ച് മോഡൽ വന്നു, യൂണിറ്റ് മെംബ്രെയിൻ കൺസെപ്റ്റ് വന്നു,
അൾട്രാ സ്ട്രക്ചർ മോഡലിനെ കുറിച്ച് പറഞ്ഞു, ലിപ്പിഡ് ബൈലെയർ മോഡലിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇതൊന്നുമല്ല യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന മോഡൽ ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ്. 1972 70-72 കാലഘട്ടത്തിൽ എസ് ജെ സിംഗറും നിക്കോൾസണും പ്രപ്പോസ് ചെയ്തതാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ സെൻട്രൽ ഡോഗ്മ എന്നാണ് അറിയപ്പെടുന്നത്. This model visualizes the membrane as a highly dynamic structure rather than a static enveloped one. ഇവർ പറയുന്നത് നേരത്തെ പറഞ്ഞ മോഡലൊക്കെ ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അങ്ങനെയല്ല. ഇതിങ്ങനെ ഡൈനാമിക് ആയിട്ട് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചറൽ ഇതിൽ കുറച്ച് ഇങ്ങനെ ഡൈനാമിക്സിറ്റി, അതായത് വേരിയേഷൻ ചെറുതായിട്ട് കാണപ്പെടുന്നു എന്ന് ഇവർ പറഞ്ഞു. അതുപോലെ തന്നെ there has been a good deal of evidence accumulated in support of this proposal during the recent years. അപ്പോൾ ഈ പറഞ്ഞ മോഡലിനെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി കണ്ടുപിടുത്തങ്ങളൊക്കെ ഇപ്പം ഉണ്ട്. According to the fluid mosaic model, the lipid bilayer exists in a fluid state so that the individual lipid molecules can move laterally in the monolayer. ഇവർ പറയുന്നത് ഈ ലിപ്പിഡ് ബൈലെയർ ഒരു ഫ്ലൂയിഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ലിപ്പിഡ് മോളിക്യൂൾ ഇങ്ങനെ ലാറ്ററലായിട്ട് ഒരു മോണോ ലെയേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിൽ പറയുന്നത് പ്രോട്ടീൻസ് ആസ് മൊസൈക്ക് ഓഫ് ഡിസ്കണ്ടിന്യൂസ് പാർട്ടിക്കിൾസ് ദാറ്റ് പെനിട്രേറ്റ് ഇൻ ടു ദ ലിപ്പിഡ് ബൈലർ. ശരിയാണ്, പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ ഒരു മൊസൈക്കുകളായിട്ട് അവിടെ ഈ ലിപ്പിഡ് ബൈലെയറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അകത്തോട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ മെംബ്രെയിൻ പ്രോട്ടീൻസ് ആർ സംടൈംസ് റിഫേർഡ് ആസ് ദ ഐസ്ബർഗ്സ്. ഇവർ പറയുന്നത് ഈ മെംബ്രെയിൻ പ്രോട്ടീനുകളെ ഐസ്ബർഗ്സ്, അതായത് ഒരു ഐസ്ബർഗ് മഞ്ഞും കഷ്ണം ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന പോലെയാണ് ഈ ഇൻ്റഗ്രൽ പ്രോട്ടീനുകൾ നമ്മുടെ ലിപ്പിഡ് ബൈലെയറിൽ കിടക്കുന്നതെന്നാണ് ഈ മോഡൽ വെച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ മോഡലിനെ നമ്മൾ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയപ്പെടുന്നത്. The cell membrane is lipid bilayer in which proteins are partially embedded like a floating icebergs in a sea. The fluid mosaic model describes the plasma membrane as the flexible boundary of cell. The phospholipids move within the membrane. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ കാണപ്പെടുന്നത്. അപ്പോൾ ലിപ്പിഡ് മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ എ ഫ്ലൂയിഡ് സ്റ്റേബിൾ capable of rotating and move. ഇവർ പറയുന്ന വേറെ ഒന്നുമല്ല, ഇതിങ്ങനെ ഒരു ഫ്ലൂയിഡ്സിലാണ് ഈ ലിപ്പിഡ് മോളിക്യൂൾസ് കിടക്കുന്നത്, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. This proteins occurs as a mosaic of discontinuous particles that penetrate deeply into and even through the lipid sheet. Globular proteins are irregularly embedded in the lipid bilayer. അപ്പോൾ ഇവർ പറയുന്നത് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇറഗുലർ ആയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നമുക്കറിയാം ഈ മോഡൽസിൽ തന്നെ കാണുന്നുണ്ട്. പ്രോട്ടീനുകൾ ഇങ്ങനെ ഇതിൽ കിടക്കുന്നു, ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ പ്രോട്ടീനെ കുറിച്ച് പറഞ്ഞായിരുന്നു. 2 ടൈപ്പിൽ പ്രോട്ടീൻസ് ഉണ്ട്, പെരിഫറൽ ഇൻ്റഗ്രൽ, അതിൻ്റെ മറ്റൊരു പേരാണ് എക്സ്ട്രിൻസിക് ഇൻ്റഗ്രലി ഇൻട്രിൻസിക് പ്രോട്ടീൻ. ഈ ഇൻട്രിൻസിക് മെംബ്രെയിൻ പ്രോട്ടീൻ്റെ പ്രത്യേകത, പ്രോട്ടീൻസ് ലൂസ്ലി അസോസിയേറ്റ് വിത്ത് മെംബ്രെയിൻ സർഫസ്. മെംബ്രെയിൻ്റെ സർഫസിൽ ലൂസായിട്ട് കാണുന്നതാണ് ഈ പറഞ്ഞ മെംബ്രെയിൻ എക്സ്ട്രിൻസിക്, പുറത്ത് കാണുന്ന പ്രോട്ടീൻ. ലൊക്കേറ്റഡ് എൻറ്റയർലി ഔട്ട്സൈഡ് ഓഫ് ദ ലിപ്പിഡ് ബൈലെയർ. അപ്പോൾ അത് ലിപ്പിഡ് ബൈലെയറിൻ്റെ ഔട്ട്സൈഡിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട് എക്സ്ട്രിൻസിക് എന്ന്. ഇനി either on the extracellular or a cytoplasmic surface, also called peripheral membrane protein. Example, cytochrome C of mitochondria, cell surface identity marker, antigen. ഇതൊക്കെ ഈ പറഞ്ഞ എക്സ്ട്രിൻസിക് മെംബ്രെയിൻ പ്രോട്ടീനിന് എക്സാമ്പിൾസ് ആണ്. ഈ ഇൻട്രിൻസിക് മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അവർ ഡയറക്ട്ലി ഇൻകോർപ്പറേറ്റഡ് വിത്തിൻ ദ സെൽ വിത്ത് ദ ലിപ്പിഡ് ബൈലെയർ, ടൈറ്റ്ലി bound to the lipid bilayer, provides channel for the water soluble substance, also called integral membrane protein. Example, transmembrane protein, transport protein, channels, permeases or pump, etc. ഇതൊക്കെ ഇൻട്രിൻസിക് മെംബ്രെയിൻ പ്രോട്ടീനിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതാണ് മെംബ്രെയിൻ ഈസ് എ collage of protein and other molecule embedded in the fluid matrix of the lipid bilayer. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ് നമ്മൾ പറഞ്ഞ കറക്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരിയാണ്, കാരണം മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്, നിരവധി പ്രോട്ടീനുകളും മറ്റു മോളിക്യൂൾസും ഒക്കെ ചേർന്ന ഒരു ഫ്ലൂയിഡിനകത്താണ്, ലിപ്പിഡ് ബൈലെയർ എന്ന് പറഞ്ഞ ഫ്ലൂയിഡിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് സൈറ്റോപ്ലാസം. ഇത് ഇതിൻ്റെ ഔട്ട്സൈഡിൻ്റെ പുറത്ത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൽ ഇങ്ങനെ ഇവിടെ പെരിഫറൽ പ്രോട്ടീൻ ഉണ്ട്, ഇൻ്റഗ്രൽ പ്രോട്ടീൻ ഉണ്ട്, ഇങ്ങനെയാണ് കാണപ്പെടുന്നത്.
ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പ്രോട്ടീൻ ഡൊമൈൻ ആങ്കർ മോളിക്കിൾ. അപ്പോൾ ഈ പ്രോട്ടീനിൽ തന്നെ ഒരുതരം ആങ്കർ മോളിക്കിൾസ് ഒക്കെ ഉണ്ട്. ഇവർ ഇതിങ്ങനെ ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഈ മോളിക്കിൾസ് സെല്ലിന് റിജിഡിറ്റി ഒക്കെ നൽകുകയും സെല്ലിന് ഒരു പ്രൊട്ടക്ഷൻ നൽകുകയാണ് ചെയ്യുന്നത്. ഇത് എക്സാമ്പിളായിട്ട് വാട്ടർ ചാനലും ബാക്ടീരിയയിൽ കൊടുത്തിരിക്കുന്നു. ബാക്ടീരിയയിൽ സെൽ മെംബ്രെയിൻസ് ഒരു വാട്ടർ ചാനലുണ്ട്. ഇത് ബാക്ടീരിയയുടെ ഔട്ടർ മെംബ്രെയിനിൽ കാണുന്ന ആ ഒരു സർഫസാണ്. അവിടെ ഒരു പ്രത്യേകതരം ഇൻ്റഗ്രൽ പ്രോട്ടീൻ ഇരിക്കുന്ന കാണാം. ഇതൊരു പെരിഫറൽ പ്രോട്ടീൻ ഇരിക്കുന്ന കാണാം. ഇതൊരു ചാനലായിട്ട് ആക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രോട്ടോൺ പമ്പ് ചാനൽ ഇൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയുടെ സെൽ സർഫസ് നോക്കിയപ്പോൾ അവിടെ ഒരു പ്രത്യേകതരം ചാനൽ കണ്ടു, ഒരു പ്രോട്ടീൻ കണ്ടു. ഇത് പ്രോട്ടോൺ പമ്പാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പ്രോട്ടീനുകളൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രോട്ടീനുകൾക്കൊക്കെ എന്തായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും? ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീനായിട്ട് ആക്ട് ചെയ്യാം, ചാനലും പമ്പും ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം ഈ ഇൻട്രിൻസിക് പ്രോട്ടീനാണ് ഇങ്ങനെ ചാനലും പമ്പും ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രോട്ടോൺ പമ്പ് ചാനൽ ഇൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ, വാട്ടർ ചാനൽ ഇൻ ബാക്ടീരിയ. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഫങ്ഷൻ ത്രൂ കൺഫോർമേഷണൽ ചേഞ്ച്, ദാറ്റ് ഇസ് ഷേപ്പ് ചേഞ്ച്. അപ്പോൾ സെല്ലിൻ്റെ ഒരു ഷേപ്പ് നൽകുന്നത് ഈ ഇൻട്രിൻസിക് പ്രോട്ടീനുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇത്രയാണ് ഇവിടെ നമ്മൾ പറയാനുള്ളത്. ഇതിൻ്റെ അപ്പോൾ ഈ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായി കാണും. മെയിൻ്റനൻസ് ഓഫ് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഈസ് മെയിൻലി ഡ്യൂ ടു ദ വിസ്കോസിറ്റി ഓഫ് ലിപ്പിഡ് ബൈലെയർ. ഈ ലിപ്പിഡ് ബൈലെയറിന് ഒരു വിസ്കോസിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ മെംബ്രെയിൻ അതിൻ്റെ ഫ്ലൂയിഡിറ്റി നിലനിർത്താൻ കഴിയുന്നത്. അപ്പോൾ ഇതിനെ സഹായിക്കുന്നത് ഇതിലുള്ള ഫോസ്ഫോലിപ്പിഡ്സും അതുപോലെ തന്നെ ഇതിനകത്ത് ഉള്ള പല ഇൻ്റഗ്രൽ പെരിഫറൽ പ്രോട്ടീനുകളൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ ലിപ്പിഡ് ആങ്കേർഡ് മെംബ്രെയിൻ പ്രോട്ടീനെ കുറിച്ചും പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഗ്ലൈക്കോ പ്രോട്ടീനാണ്. ഗ്ലൈക്കോ പ്രോട്ടീൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത് റിസപ്റ്റർ മോളിക്കിളൊക്കെ ആയിട്ട് ഈ ഗ്ലൈക്കോ പ്രോട്ടീനുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് മെംബ്രെയിൻ പ്രോട്ടീൻ നമ്മൾ പറയാം. മെംബ്രെയിൻ പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ ട്രാൻസ്പോർട്ട് ഓഫ് പ്രോട്ടീൻസ്, ആക്ട് ആസ് ദ ചാനൽ, ആക്ട് ആസ് ദ എൻസൈം, മെംബ്രെയിൻ ബൗണ്ട് എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നു. ATP സിന്തേസ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഇതുപോലെ മെംബ്രെയിനിലുള്ളൊരു പ്രോട്ടീനാണ്. പിന്നെ അതുപോലെ ഇറ്റ് കാറ്റലൈസസ് ദ സിന്തസിസ് ഓഫ് ATP. അതുപോലെ മെംബ്രെയിൻ റിസപ്റ്റർ പ്രോട്ടീൻ, ട്രാൻസ് മെംബ്രെയിൻ റിസപ്റ്റേഴ്സ് എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. അതുപോലെ സെൽ അഡ്ഹഷൻ മോളിക്കിൾസ്, ഇതൊക്കെ പലതരത്തിലുള്ള സെല്ലിൻ്റെ പുറത്തുള്ള പ്രോട്ടീനുകളാണ്. ഇവരാണ് സെല്ലിന് റിജിഡിറ്റിയും കൺഫോർമേഷണൽ ചേഞ്ചും ഒക്കെ കൊടുക്കുന്നത്.